Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസ് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അപ്പോൾ അതൊരു കമ്പൈൻഡ് MCQs ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? റെസിസ്റ്റേഴ്സ്, അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസുകൾ എല്ലാം തന്നെ നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ലൈക്ക് MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. In connection with the circuit drawn below, നമുക്ക് താഴെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. The value of the current flowing through 2 kilo ohm resistor. അപ്പോൾ നമുക്ക് ഇവിടെ റെസിസ്റ്റേഴ്സ് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒരു 2 kilo ohm ഉണ്ട്, അതുപോലെ തന്നെ ഒരു 1 kilo ohm റെസിസ്റ്റർ ഉണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു 2 kilo ohm റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ആ ഒരു 10 to the power -4 റേഞ്ചിലുള്ള വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. So we have to find the current flowing through the resistor 2 kilo ohm ആണ്. Okay, ഓപ്ഷൻസ് നമുക്ക് 25, 20, 15, 30 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 25 into 10 to the power -4 ആംപിയർ കറന്റ് ആണ് ഈ പറയുന്ന 2 kilo ohm റെസിസ്റ്ററിലൂടെ ഫ്ലോ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സപ്ലൈ എത്രയാണ്? 10 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ജനറൽ വോൾട്ടേജ് നമുക്ക് 5 വോൾട്ടിന്റെ ജനറൽ വോൾട്ടേജ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് കണക്ഷൻ ഇതാണ് വന്നിരിക്കുന്നത്. 2 kilo ohm ഇവിടെ ഉണ്ട്, 5 വോൾട്ട് സപ്ലൈ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഈ പറയുന്ന എല്ലാ റെസിസ്റ്റേഴ്സും, അതായത് ഈ രണ്ട് റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ കോമ്പിനേഷനിലാണ് അല്ലേ. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് അതിലൂടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ 2 kilo ohmലൂടെ പോകുന്ന വോൾട്ടേജ് എന്താണ്? ഒരു സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും നമുക്ക് വരുന്ന 1 kilo ohm റെസിസ്റ്റൻസിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് ദ 2 kilo ohm റെസിസ്റ്റൻസ് എത്രയായിരിക്കും? സെനർ ഡയോഡിൽ എത്രയാണോ വോൾട്ടേജ് അത് തന്നെയായിരിക്കും, കാരണം ദേ ആർ ഇൻ പാരലൽ കോമ്പിനേഷൻ അല്ലെ. അപ്പൊ ഈ സെനർ വോൾട്ടേജിൽ എത്രയാണോ വോൾട്ടേജ് ആ സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും ഈ പറയുന്ന 2 kilo ohm റെസിസ്റ്റൻസിലും വരുന്ന വോൾട്ടേജ്. അപ്പൊ എത്രയാണ്? 5 വോൾട്ടേജ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓംസ് ലോ അറിയാം, V is equal to I into R, that is voltage is equal to current through the circuit to the into resistance ആണ്. അപ്പൊ R ന്റെ വാല്യൂ നമുക്കറിയാം 2 kilo ohm ആണ്. then വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാം, I കണ്ടുപിടിച്ചൂടെ? I is equal to V by R വരും, that is equal to 5 by 2 kilo ohm ആണ് അല്ലേ. സോ 2.5 into 10 to the power -3 അതല്ലെങ്കിൽ 25 into 10 to the power -4 ആംപിയേഴ്സ് കറന്റ് ആണ് ഈ പറയുന്ന 2 k ohmലൂടെ ഫ്ലോ ആവുന്നത്. പക്ഷേ നമുക്ക് ഈ വരുന്ന 1 kilo ohmലൂടെ റെസിസ്റ്റൻസിലൂടെ വരുന്ന കറന്റ് ഫ്ലോ എന്തായിരിക്കും? അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. കാരണം പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് ആയിരിക്കും സെയിം വരുന്നത്, കറന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 8 copper wire of length L and diameter D are joined in a parallel to form a single composite conductor of resistance R. Okay, in a single copper wire of length 2L have the same resistance R, then its diameter will be dash D. Okay, അപ്പോൾ 8 കോപ്പർ വയറുകൾ ലെങ്ത് L വരുന്ന 8 കോപ്പർ വയറുകൾ ഡയമീറ്റർ D ആണ്. അത് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ പാരലൽ ആയിട്ട് ഈ ഒരു കണക്ഷനിൽ നമ്മൾ 8 എണ്ണം കണക്ട് ചെയ്തിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതല്ല അതിന്റെ റെസിസ്റ്റൻസ് R ആണ്, നമുക്ക് തന്നിരിക്കുന്ന D ആണ് അതിന്റെ ഡയമീറ്റർ, L ആണ് ലെങ്ത്. അതേപോലെ തന്നെ വയറിന്റെ ലെങ്ത് 2L ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ വരുന്ന വയേഴ്സിന്റെ ഡയമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡയമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 4 is the diameter. എങ്കിൽ ന്യൂ ഡയമീറ്റർ എത്രയാണ്? 4 ആണ്. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നോക്കൂ, ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഒരു അറേഞ്ച്മെന്റ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എ ബി 8 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അക്രോസ് ബിറ്റ്വീൻ, അതായത് ഈ രണ്ട് തമ്മിലുള്ള ഡയമീറ്റർ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ആ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? R is equal to rho L by A ആണ് അല്ലെ. റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് RAB, അതായത് ഈ പറയുന്ന RAB is equal to R എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണെങ്കിൽ R ന്റെ വാല്യൂ എന്താണ്? 1/8 into resistance of 1 wire. കാരണം ഒരു റെസിസ്റ്റൻസിന്റെ വയർ എത്രയാണ്? rho L by A ആണ്. ഇതേ ഇൻറ്റു 1/8, കാരണം എനിക്ക് 8 എണ്ണം ഞാൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് 1/8 എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. സോ 1/8 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് 1 വയർ എത്രയാണ്? rho L by A ആണ്. അതായത് rho L by A എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ R സ്ക്വയർ ആണ്. R എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? D/2 ആണ് അല്ലെ. R എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഒരു ഡയമീറ്ററിന്റെ ഹാഫ് ആണ് R എന്ന് പറയുന്നത്, ഫുൾ ആണ് നമുക്ക് ഡയമീറ്റർ അല്ലെ. അപ്പൊ നമുക്കിവിടെ പൈ R സ്ക്വയർ ആണ്, R എന്ന് പറയുന്നത് D/2 ആണ് അല്ലെ. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പൈ ഇൻറ്റു D/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് പൈ D സ്ക്വയർ ബൈ 4. അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? പൈ D സ്ക്വയർ ബൈ 4 ആണ്. സോ ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും?
1/8 into rho L, rho into L divided by A ആണ്. A എന്ന് പറയുന്നത് എന്താണ്? Pi d square by 4 ആണ്. അപ്പൊ ഇത് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? റോ L, അതായത് ഈ ഒരു 4 ഉം ഈ ഒരു 2 ഉം ഇത് ക്യാൻസൽ ചെയ്ത് 2 വരും. സോ റോ L by 2 into pi d square എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എനിക്ക് ഇനിഷ്യൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിൽ വന്നിരിക്കുന്ന ആറിന്റെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോപ്പർ വയറിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2L ആണ്. ഡയമീറ്റർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ ഡയമീറ്ററിനെ ഞാൻ x എന്നുള്ള രീതിയിൽ ഞാൻ മെൻഷൻ ചെയ്തു. കാരണം x ആണ് നമുക്ക് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലെങ്ത് അറിയാം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ വരും? റോ ഇൻറ്റു അല്ലെ എല്ലിന് പകരം എന്താണ് വരുന്നത്? 2L, അതായത് റോ L by A ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? റോ ഇൻറ്റു 2L by A എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. ഇതാണ് നമുക്ക് വരുന്ന A. ഇവിടുത്തെ ഡിയുടെ വാല്യൂ എനിക്ക് അറിയില്ല. സോ എക്സ് സ്ക്വയർ ബൈ 4 വരും. നോക്കൂ, റോ ഇൻറ്റു 2L by പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു R ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണ്. കാരണം എനിക്ക് R എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. ദാറ്റ് മീൻസ് എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന റെസിസ്റ്റൻസ് വാല്യൂ സെയിം ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്പർ 1 ഉം അതുപോലെ തന്നെ എന്റെ ഈ സെക്കൻഡ് ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 8 റോയൽ, ഇത് എനിക്ക് എന്ത് വരും? ഈ 4 മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പൊ 8 വരും. അപ്പൊ 8 റോയൽ ബൈ പൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോയൽ ബൈ 2 പൈ ഡി സ്ക്വയർ വരും അല്ലെ. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ആകും? റോയൽ ക്യാൻസൽ ആകും, എനിക്ക് പൈ ക്യാൻസൽ ആകും അല്ലെ. അപ്പൊ എനിക്ക് 8 into 2 എന്ന് പറയുമ്പോൾ 16 d square. 16 d square is equal to x square ആണ്. അപ്പൊ x ഞാൻ സ്ക്വയർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? 4d ആണ് വരുന്നത്. അതായത് 4 ടൈംസ് ആണ് നമുക്ക് വരുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The resistance of platinum wire at 0 degree Celsius is 2 ohm. 0 degree Celsius വരുന്ന resistance of platinum wire എന്ന് പറയുന്നത് 2 ohm ആണ്. 80 ഡിഗ്രിയിൽ വരുന്നത് എത്രയാണ്? 6.8 ohm ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് വയറിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കൂ. 3 into 10 to the power minus 4 degree Celsius സെന്റിഗ്രേഡ് പവർ -1 ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 3 into 10 to the power -2 c power -1 ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്കിത് സൊല്യൂഷൻ നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആൽഫ ആണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? del R by R0 del T ആണ്. del R എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. R0 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ. 0 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണോ ടെമ്പറേച്ചറിന്റെ ആ ഒരു ടെമ്പറേച്ചറിൽ വരുന്ന റെസിസ്റ്റൻസ് എന്താണോ അതാണ് R0 എന്ന് പറയുന്നത്. ദെൻ del T എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് R0 എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസിൽ 2 ohm ആണ്. 80 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? R80 ദാറ്റ് ഈസ് 6.8 ohm ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എത്രയാണ് വന്നിരിക്കുന്നത്? 6.8 - 2 ദാറ്റ് ഈസ് 4.8 ohm കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം, എന്നാലല്ലേ del T എന്ന് പറയുന്നത്. അപ്പൊ 80 - 0 ദാറ്റ് ഈസ് 80 - 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആൽഫയുടെ ഇക്വേഷൻ എന്താണ്? del R by R0 del T ആണ്. അപ്പൊ del R എന്ന് പറയുന്നത് എത്രയാണ്? 4.8 ഡിവൈഡഡ് ബൈ R0, എനിക്ക് ഇനിഷ്യൽ R0 എത്രയാണ്? 2 ohm ആണ്. സോ 2 into 80 വരും. സോ കാൽക്കുലേറ്റ് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാണ്. 2 into 80 എന്ന് പറയുന്നത് 160 ഡിഗ്രി ആണ് അല്ലെ. സോ അപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? ആൽഫ is equal to 4.8 by 160 which is equal to 0.03 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ 3 into 10 to the power -2 വരുന്നുണ്ട്. ഓക്കെ, 3 resistors of each of 3 ohm resistors are connected in parallel. The equivalent resistance of such a combination, 3 റെസിസ്റ്റൻസും 3 ഓമിലുള്ള 3 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1 ohm ആണ്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷൻ ആണ് അല്ലെ. അപ്പൊ 1/R ആണ് നമുക്ക് വരുന്ന R ഈക്വലന്റ് അല്ലെ. 1/R is equal to എത്രയാണ്? 1/R1 plus 1/R2 പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് അല്ലെ. 1/R2 then etc. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്? R1 plus R2 അല്ലെ. ഇത് നമുക്ക് സീരീസ് കോമ്പിനേഷനിൽ വരുന്നതാണ്. R2 etc. ഓക്കെ, ഇതെന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷനും ഇതെന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷനും ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. നോക്കൂ, 3 ohm റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് ഇങ്ങനെ വരും അല്ലെ. R1 R2 R3. സോ 1/R എഫക്റ്റീവ് അല്ലെങ്കിൽ 1/R ഈക്വലന്റ് എന്ന് പറയാം നമുക്ക്, which is equal to 1/R1 plus 1/R2 plus 1/R3 ആണ് വരുന്നത്, which is equal to 1/3 plus 1/3 plus 1/3. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? R എഫക്റ്റീവ് അല്ലെങ്കിൽ R ഈക്വലന്റ് എന്ന് പറയുന്നത് 1 ohm ആണ് വരുന്നത്. ഓക്കെ,
A wire of resistance 4 ohm is stretched to twice its original length. അതിന്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിന്നും ഡബിൾ ആക്കിയിട്ട് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. The resistance of the stretched wire would be, അല്ലേ? അപ്പൊ നമുക്ക് ഒറിജിനൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ 4 ഓം ആണ്. അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് നോർമൽ ലെങ്ത്, അതായത് അതിന്റെ ഒറിജിനൽ ലെങ്ത് L ആണെങ്കിൽ അതിന്റെ ട്വൈസ് ലെങ്ത് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലെങ്ത്തിൽ വരുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം, അല്ലേ? ഓപ്ഷൻ എന്താണ്? 16 ഓം ആണ് നമുക്ക് ആ ഒരു സ്ട്രെച്ച്ഡ് വയറിന്റെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വയറിന്റെ ലെങ്ത് എല്ലും അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എയും ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? R is equal to rho L by A. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ലെങ്ത് ഞാൻ അതിന്റെ ട്വൈസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ പുതിയ L ഡാഷ്, അല്ലെങ്കിൽ നമുക്ക് L ഡാഷ് കൊടുക്കാം, പുതിയ ഇതല്ലേ. സോ L ഡാഷ് is equal to എന്താണ്? 2L എന്നാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായിരിക്കും? ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് A ഡാഷ് എന്ന് എടുക്കാം, കാരണം അതിൽ എഫക്ട് വരും, ലെങ്ത്തിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെ? IA എന്ന് പറയുന്നത്, അതായത് ലെങ്ത് ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു L ഡാഷ് ഇൻറ്റു A ഡാഷ് ആണ് വരുന്നത്. സോ നമുക്ക് L ഇൻറ്റു A, ദാറ്റ് ഈസ് ഈക്വൽ ടു L ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2L ആണ്. അപ്പൊ 2L into A dash എന്ന് വരും. അപ്പൊ A dash എനിക്ക് എത്രയാണ് വരുന്നത്? A by 2, അല്ലെ? അതായത് എനിക്ക് ലെങ്ത് ഞാൻ 2L ആകുമ്പോൾ എന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ആകും, ദാറ്റ് ഈസ് A by 2 ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദ ഒരു സ്ട്രെച്ച്ഡ് വയറിന്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? R dash is equal to rho into L dash by A dash എന്ന് കൊടുക്കാം. ഓക്കെ, L dash എന്ന് പറയുന്നത് എന്താണ്? 2L ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. R dash is equal to rho into 2L by A by 2 വരും. അപ്പൊ ഈ 2 എനിക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. സോ R dash is equal to എന്ത് വരും? 4 rho L by R ആണ്, which is equal to rho into L by A എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം റെസിസ്റ്റൻസ് ആണ്, അല്ലെ? അതാണ് എന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ 4R വരും. അപ്പൊ R dash is equal to എന്താണ്? 4R ആണ്. നമുക്ക് തന്നിട്ടുണ്ട് R ന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 4 ഓം ആണ്. സോ 4 into 4 എത്രയാണ്? 16 ഓം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 capacitor of capacitance C are connected, one സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, then parallel ആയിട്ടും. Then the ratio of the equivalent capacitance in case of 1 to that in case of 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ ഈ പറയുന്ന 5 കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അടുത്തത് 5 കപ്പാസിറ്റേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പറയുന്ന സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും തമ്മിലുള്ള റേഷ്യോ എന്താണ് വരുന്നത്? ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1:25 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, ഫസ്റ്റ് ഞാൻ C1 is equal to C2 is equal to C3 C4 ഇത് equal to C എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്റൻസ് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എന്താണ്? ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക, അല്ലെ? 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 up to 1/C5 വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 5/C ആണ്, കാരണം ഞാൻ ഇതെല്ലാം C ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ 5/C എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ എനിക്ക് സീരീസ് കോമ്പിനേഷനിൽ വരുന്നത് എന്താണ്? C/5 ആണ്. If they are connected in parallel, 5 കപ്പാസിറ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് ഈക്വലന്റ് എന്താണ്? ജസ്റ്റ് കമ്പൈൻ ചെയ്താൽ മതി, അല്ലെ? അപ്പൊ 1 പ്ലസ്, അതായത് 1C plus 1C plus അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര വരും? 5C വരുന്നുണ്ട്, അല്ലെ? ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ്, ദാറ്റ് ഈസ് CS/CP ആണ്. CS എന്ന് പറയുന്നത് എന്താണ്? C/5 ആണ്. C/5 into CP എന്ന് പറയുന്നത് 5C ആണ്. അപ്പൊ ഇവിടെ 5C വരും. അപ്പൊ ഈ CC ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്ത് വരും? 1/25 വരും, അല്ലെ? സോ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:25 ആണ് വരുന്നത്. ഓക്കെ, what happens to the potential difference between the capacitors parallel plates as the distance between the parallel plates halved? ഓക്കെ, അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 പാരലൽ പ്ലേറ്റുകൾ തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ മെയിൻറ്റെയിൻ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെ? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 2 പാരലൽ പ്ലേറ്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്? അതായത് ഡിസ്റ്റൻസ് അതായത് ഈ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? D എന്നുള്ളത് D/2 ആക്കി, ദാറ്റ് ഈസ് ഹാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 കപ്പാസിറ്ററിന്റെ പാരലൽ പ്ലേറ്റുകൾ തമ്മിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്ത് സംഭവമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവര് ഡിസ്റ്റൻസ് ഹാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഡിക്രീസ് ആവണമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, 2 പാരലൽ പ്ലേറ്റുകളിൽ നമുക്ക് 2 ലാർജ് പ്ലെയിൻ പാരലൽ പ്ലേറ്റ് ആണ് വരുന്നത്, അല്ലെ? ആ ഒരു സ്മോൾ സെപ്പറേഷൻ ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം?
V is equal to QD by epsilon naught A ആണ് വരുന്നത്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ ദ പ്ലേറ്റ് ആണ്. D എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് എത്രയാണ് അതാണ് വരുന്നത്. A എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിന്റെ ഏരിയ ആണ് വരുന്നത്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ആ ഒരു പെർമിറ്റിവിറ്റി ഓഫ് ദ സ്പേസ്, ആ സ്പേസിൽ വരുന്ന ആ ഒരു ഡൈഇലക്ട്രിക് വരുന്നുണ്ടല്ലോ അതിന്റെ സ്പേസിൽ വരുന്ന ആ ഒരു എപ്സിലോൺ നോട്ട് എന്നത് പെർമിറ്റിവിറ്റി ആണ് അല്ലേ. അപ്പൊ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? V is equal to QD by epsilon naught A ആണ്. ഇനി നമ്മൾ എന്താ പറയുന്നത്, ആ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ഹാഫ് ആക്കി, ദാറ്റ് ഈസ് D dash എന്ന് പറയുന്നത് D by 2 ആണ്. അപ്പൊ ഫൈനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കൊടുക്കാം? V dash is equal to QD by 2 വരും. അപ്പൊ ഈ 2 എനിക്ക് താഴെ വരും, 2 epsilon naught A എന്ന് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ V dash is equal to V by 2 എന്നാണ് വരുന്നത്. നോക്കൂ, V dash is equal to ഇതെന്ന് പറയുന്നത് എന്താണ്? എനിക്ക് നോർമലി ഉള്ള ഒരു V ആണ്. അപ്പൊ V by 2 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്താ സംഭവിച്ചത്? നേരെ ഹാഫ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so the potential difference between the parallel plates as the distance between the parallel plates halved, ആ രണ്ട് പാരലൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഓൾസോ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, what is the total capacitance in the given circuit? താഴെ തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്താണെന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സും ഉണ്ട്, പാരലൽ കോമ്പിനേഷനും ഉണ്ട് അല്ലെ. രണ്ട് പാരലൽ കോമ്പിനേഷനും വരുന്നുണ്ട്, രണ്ട് സീരീസ് കോമ്പിനേഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫൈനൽ കപ്പാസിറ്റൻസ് എത്രയാണ് വരുന്നത്? 13 ഫാരഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കാം. അപ്പൊ നോക്കൂ, ഫോർ ദ 2 6F capacitors are connected in parallel. രണ്ട് കപ്പാസിറ്റേഴ്സ്, ആ 6F എന്നുള്ളത് പാരലൽ ആണ്. അപ്പൊ എനിക്ക് എന്ത് വരും? പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ജസ്റ്റ് C1 plus C2 ആണ്. അപ്പൊ 6 plus 6 എത്രയാണ് വരുന്നത്? 12F വരുന്നുണ്ട്. അതിനുശേഷം ഈ രണ്ട് ഇത് എങ്ങനെയാണ്? സീരീസ് കണക്ഷൻ ആണ് അല്ലെ. അപ്പൊ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 by C1 plus 1 by C2 ആണ്, which is equal to 2 by 2 വരും. 1 by 2 plus 1 by 2 ആണ്. അപ്പൊ 2 by 2 that is equal to 1F ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഓക്കെ ഫൈൻ. സോ നമുക്ക് റിസൾട്ടന്റ് സർക്യൂട്ട് എങ്ങനെ വരും? ഇവിടെ എനിക്ക് 1F വരുന്നുണ്ട്, ഇവിടെ എനിക്ക് 13 വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും അഗൈൻ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ 1 plus 12 എന്ന് പറയുന്നത് എനിക്ക് 13 ആണ്, ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. ഓക്കെ, സോ 13 ഫാരഡ് ആണ് നമുക്ക് വരുന്ന കപ്പാസിറ്റൻസ് ഈക്വലൻസ് എന്ന് പറയുന്നത്. Two capacitors of 15 microfarad and 30 microfarad are connected in series. The circuit current when this combination is connected across 50 Hz 200 volt supply main is അല്ലെ. രണ്ട് കപ്പാസിറ്റേഴ്സ് 15 മൈക്രോഫാരഡും 30 മൈക്രോഫാരഡിലുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് എത്രത്തോളമാണ്? അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 50 Hz 200 volt സപ്ലൈയിലാണെങ്കിൽ what is the current flowing through the circuit ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 5/5 ആംപിയർ കറന്റ് ആണ് അതിലൂടെ ഫ്ലോ ആവുന്നത്. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇപ്പൊ നോക്കൂ, നമുക്ക് C1 തന്നിട്ടുണ്ട്, C2 തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി എന്താണെന്ന് അറിയാം, വോൾട്ടേജും അറിയാം. C equivalent എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും സീരീസ് കോമ്പിനേഷൻ ആണ്. സോ 1 by അല്ലെങ്കിൽ നമുക്ക് C1 C2 by C1 plus C2 ആണ് വരുന്നത്. സോ ഞാൻ അത് സപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്? 10 മൈക്രോഫാരഡ് ആണ് എനിക്ക് വരുന്നത്. C1 C2 അതായത് 15 into 30 by 15 plus 30 which is equal to 10 മൈക്രോഫാരഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം XC റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് is equal to 1 by omega C ആണ്. സോ 1 by 2 pi FC അല്ലെ. F ന്റെ വാല്യൂ അറിയാം, C യുടെ വാല്യൂ അറിയാം. സോ 1 by 2 into pi into F എത്രയാണ്? 50 ആണ്. അപ്പൊ 50 into 2 ആണ് എനിക്ക് 100 pi എന്ന് എഴുതിയിരിക്കുന്നത്. into കപ്പാസിറ്റൻസിൽ വാല്യൂ എന്താണ്? 10 മൈക്രോഫാരഡ്. സോ 10 into 10 to the power minus 6 which is equal to 1000 by pi വരും. കാരണം ഇവിടെ എനിക്ക് ഈ ഒരു 3 0 വരുന്നുണ്ട്, ഈ ഒരു -3 ആകും. ഈ -3 എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? +3 ആവും അല്ലെ. 10 to the power 3 എന്ന് പറയുന്നത് 1000 ആണ്. നമുക്ക് ഡിവിഷനിൽ ഒരു പൈ വരുന്നുണ്ട്. സോ 1000 by pi ohm വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഐയുടെ വാല്യൂ എന്താണ്? I is equal to V by R അല്ലെങ്കിൽ V by XC എന്ന് കൊടുത്തു. അപ്പൊ V എത്രയാണ്? 200 ആണ്, ഡിവൈഡഡ് ബൈ 1000 by pi വരും. ഓക്കെ, അപ്പൊ പൈ എനിക്ക് ന്യൂമറേറ്ററിലേക്ക് പോകും. pi into 200 by 1000 that is 1 by 5 വരും അല്ലെ. അപ്പൊ pi by 5 ആംപിയർ ആണ് നമുക്ക് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് capacitance of a capacitor is not affected by. ഒരു കപ്പാസിറ്ററുടെ കപ്പാസിറ്റൻസ് അഫക്റ്റ് ചെയ്യാത്ത ഏത് ഘടകമാണുള്ളത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലേറ്റ് ഏരിയ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഫ്രീക്വൻസി. നമുക്കറിയാം ആ ഒരു കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനിൽ ഫ്രീക്വൻസി എന്നുള്ളൊരു ടേം വരുന്നില്ല അല്ലെ. പ്ലേറ്റ് ഏരിയ വരുന്നുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വരുന്നുണ്ട്, ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ ആ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഫ്രീക്വൻസി എന്നുള്ളൊരു ടേം നമുക്ക് അതിൽ വരുന്നില്ല. സോ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ വിച്ച് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ട് പ്ലേറ്റുകൾ പാരലൽ പ്ലേറ്റുകളാണ് നമുക്ക് വരുന്നത്. ചാർജ് ആണ് Q plus Q minus എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് ആണ് ഈ ഒരു ബിറ്റ്വീൻ വരുന്നത്. വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, സിമ്പിൾ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയാം. C is equal to epsilon naught A by D ആണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്,
D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റും എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു പെർമിറ്റിവിറ്റി ഓഫ് ദ ഡൈഇലക്ട്രിക് ഈ ഒരു സ്പേസിൽ വരുന്ന ഡൈഇലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്നൊരു ടേം വരുന്നുണ്ടോ ഇല്ല സോ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ which is not affected by the frequency okay if the capacitance of three capacitors are in the ratio 1:2:3 and the voltages across them are in the ratio 3:2:1 what is the ratio of the energy stored in the capacitors okay അപ്പോൾ മൂന്ന് കപ്പാസിറ്റേഴ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 1:2:3 ആണ് അവയ്ക്ക് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ് സോ നമുക്ക് ചോദിച്ചിരിക്കുന്ന റേഷ്യോ എന്തിന്റെയാണ് എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ 3:8:9 ആണ് സോ നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം മൂന്ന് കപ്പാസിറ്റേഴ്സ് C1 C2 C3 ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ C1:C2:C3 അവരുടെ വാല്യൂ എന്ന് പറയുന്നത് 1:2:3 ആണ് അപ്പൊ C2 എത്രയാണ് വരുന്നത് നമുക്ക് 2 വരും അല്ലെ C1 ഉം C3 നമുക്ക് 3 ആയിട്ട് 3C1 എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് C1 അതായത് C2 is equal to 2C1 എടുത്തു C3 എന്ന് പറയുന്നത് 3C1 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അത് സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് let voltage across the three capacitors V1 V2 V3 നമുക്ക് അതിന്റെ റേഷ്യോ തന്നിരിക്കുന്നത് എന്താണ് 3:2:1 ആണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും V2 എന്നുള്ളത് 2V3 അതായത് നമ്മൾ V2 നെയും V1 നെയും in terms of V3 ൽ എഴുതി ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് C2 ഉം C3 നെ നമ്മൾ terms of C1 ന്റെ ടേംസിൽ നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ എന്താണ് E = ½ C1 V² ആണ് അല്ലേ അപ്പോൾ ഞാൻ C1 എന്നുള്ള ഒരു കപ്പാസിറ്റർ ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത് സോ ഈ C1 that is energy stored in the capacitor C1 which is equal to half into C1 V1² ആണ് V1 നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു 3V3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ സോ അപ്പോൾ 1/2 C1 3V3² വരും which is equal to എന്താണ് 3² എന്ന് പറയുന്നത് 9 ആണ് സോ 9/2 C1 V3 എന്ന് കിട്ടി ഇത് എന്റെ ഇക്വേഷൻ നമ്പർ 1 ആണ് ഓക്കേ ഇനി അടുത്ത ഓക്കേ അപ്പോൾ നമ്മൾ C1 ലുള്ള എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നത് എനർജി സ്റ്റോർഡ് ബൈ ദ കപ്പാസിറ്റർ C2 ആണ് സോ EC2 is equal to എന്ത് വരും 1/2 C2 V2² ആണ് അപ്പോൾ V2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 2V3 ആണ് അല്ലേ ഇൻ ടേംസ് ഓഫ് V3 ൽ നമ്മൾ എഴുതി സോ 2V3 എന്ന് കിട്ടിയിട്ടുണ്ട് സോ അത് സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആണ് വരുന്നത് സോ 4/2 അല്ലേ 4/2 ഇവിടെ നമുക്കൊരു 2 വരുന്നുണ്ട് കാരണം C2 നെ നമ്മൾ ഇൻ ടേംസ് ഓഫ് C1 ൽ എഴുതിയിട്ടുണ്ട് സോ 2C1 into 2V3² വരും അപ്പോൾ ഈ ഒരു 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും 1/2 അതായത് 1/2 ക്യാൻസൽ ആയി 2² എന്ന് പറയുന്നത് 4 വരും സോ 4 into C1 V3 എന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ എന്ത് വരുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ C2 that is this is equation number 2 ആണ് ഓക്കേ അടുത്ത നമുക്ക് C3 ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നോക്കാം 1/2 into C3 V3 ആണ് C3 ക്ക് നമ്മൾ in terms of C1 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 3C1 എഴുതിയിട്ടുണ്ട് V3 ക്ക് നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ജസ്റ്റ് V3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കേ സോ അപ്പോൾ ഇവിടെ 3 വരുന്നുണ്ട് 3/2 വരും അല്ലേ 3/2 C1 V3 എന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആണ് അപ്പോൾ ഈ ഇക്വേഷൻ 1 2 3 ൽ നമ്മൾ ആ ഒരു എനർജി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് EC1 EC2 EC3 which is equal to 9/2:4:3/2 ആണ് അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാനായിട്ട് 9:8:3 that is option 9:8:3 ആണ് നമുക്ക് അത് വന്നിരിക്കുന്ന എനർജി റേഷ്യോ ഓക്കേ A constant current of 2 milliampere changes a 20 microfarad capacitor for 2 seconds. Changes alla charges aane. Okay. Which of the following is true for the charging of the capacitor? ഒരു 2 milliampere current എന്ത് ചെയ്യുന്നുണ്ട് ഒരു 20 microfarad capacitor 2 സെക്കൻഡിൽ ചാർജ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എന്താണ് capacitor voltage increase linearly from 0 to 200 അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് അറിയുള്ളൂ ഹിയർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ സൊല്യൂഷൻ ചെയ്താൽ മാത്രം നമുക്ക് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഓപ്ഷൻ ഏതാണെന്നുള്ളത് അറിയുള്ളൂ ഓക്കേ ഹിയർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം നമുക്കറിയാം ആ ഒരു കപ്പാസിറ്ററിലൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിൽ വരുന്ന കറന്റിന്റെ ഇക്വേഷൻ I is equal to C into dV/dt ആണ് V എന്ന് പറയുന്നത് നമ്മൾ VC എന്ന് കൺസിഡർ ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും I/C വരും അതായത് C ഞാൻ ഡിവൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ dVc/dt വരും അതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ് സോ dV/dt എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ VC of t വരും 1/c I എന്ന് പറയുന്നത് ഞാൻ ഇന്റഗ്രൽ ഓഫ് 0 to time I dt എന്നുള്ള രീതിയിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കേ നമുക്ക് തന്നിരിക്കുന്ന I യുടെ വാല്യൂ എന്താണ് 2 milliampere ആണ് കറന്റ് അതായത് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എത്രയാണ് 20 മൈക്രോഫാരഡ് ആണ് സോ VC of t അല്ലെങ്കിൽ ആ വോൾട്ടേജ് കപ്പാസിറ്റർ എത്രയാണ് വരുന്നത് നോക്കൂ
VC of t is equal to 1/20 microfarad integral 0 to t 2 milliampere ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വരും? ഞാൻ 0 to t ആണ് എനിക്ക് ടൈം വരുന്നത്. സോ 20 മൈക്രോഫാരഡ് ഞാൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 100 t ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ മില്ലി ആംപിയർ ഉണ്ട്, ഇവിടെ മൈക്രോ ആംപിയർ ഉണ്ട്. ഞാനത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര വരുന്നത്? 2 ക്യാൻസൽ ആകുമ്പോൾ എനിക്ക് 100 ടൈം ആണ് വരുന്നത്, t ആണ് വരുന്നത്. അതായത് ഇവിടെ ഉണ്ടാവുന്നത് ആ ഒരു ഒരു ലീനിയർ വേരിയേഷൻ ആണ് വോൾട്ടേജ് വരുന്നത് അല്ലെ. t is equal to 2 സെക്കൻഡ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 100 into 2 വരും. ഓക്കെ, അറ്റ് 0 സെക്കൻഡ്സിലാണ് നമുക്ക് 100 വരുന്നത്. ദെൻ 2 സെക്കൻഡ്സിൽ ഉണ്ടാവും 200. അപ്പൊ നമുക്ക് ലീനിയർ ആയിട്ട് വോൾട്ടേജ് വേരിയേഷൻ ആണ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കപ്പാസിറ്റർ is charged by a constant current of 1 milliampere and results voltage increase 10 volt in 5 seconds. The value of the capacitance. അല്ലെ, ഇപ്പൊ നമ്മൾ തൊട്ട് പ്രീവിയസ് കണ്ട ക്വസ്റ്റ്യന്റെ തന്നെ വേറൊരു മോഡലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വോൾട്ടേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഇൻക്രീസ് ടൈമും തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 0.50 മില്ലി ഫാരഡ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ കറന്റിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, I is equal to C into dV by dt ആണ്. അപ്പൊ നമ്മൾ ആ ഒരു വോൾട്ടേജ് അതായത് I by C എഴുതി, dV by dt ആണ്. ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? 1/c into ഇന്റഗ്രൽ 0 to t I dt ആണ്. I നമുക്ക് 1 മില്ലി ആംപിയർ ആണ്, dV എന്ന് പറയുന്നത് 10 ആണ്, dt എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്. അപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C is equal to എന്താണ്? I into dt by dV എടുത്തിരിക്കുകയാണ്. ഓക്കെ, I into dt, അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഓക്കെ I is into dt by dV is equal to C എന്നൊരു ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ I is equal to അറിയാൻ നമുക്ക് 1 മില്ലി ആംപിയർ into dt എന്ന് പറയുന്നത് 5 ആണ്, by dV എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്? 0.50 മില്ലി ഫാരഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ക്യാൻ ബി മെയ്ഡ് ടു ഹാവ് ഹയർ കപ്പാസിറ്റൻസ് വിത്ത് സ്മോൾ സൈസ് ടു വർക്ക് ഫോർ AC സപ്ലൈ? AC സപ്ലൈയിൽ വർക്ക് ചെയ്യണം, സ്മോൾ സൈസ് ആയിരിക്കണം, ഹയർ കപ്പാസിറ്റൻസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സെറാമിക് കപ്പാസിറ്റേഴ്സ് ആർ ദ ബെസ്റ്റ് സ്യൂട്ട്. ഓക്കെ, സോ സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കോട്ടിംഗ് 2 sides ഓഫ് സ്മോൾ പോർസിലൈൻ അല്ലെങ്കിൽ സെറാമിക് ഡിസ്ക് വെച്ചിട്ടാണ്. അതിന്റെ സിൽവർ ഉണ്ടാകും. അതെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ മേക്ക് ചെയ്യാൻ ഒരു സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു കപ്പാസിറ്റർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സെറാമിക് കപ്പാസിറ്റേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ദേ ഹാവ് ദി ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്. നമുക്കൊരു ഹയർ കപ്പാസിറ്റൻസ് വിത്ത് സ്മോൾ സൈസിൽ അല്ലെങ്കിൽ ഒരു AC വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. A resonance circuit having inductance and resistance 2 into 10 to the power minus 4 inductance ഉം resistance എന്ന് പറയുന്നത് 6.28 മില്ലി ഓം ആണ്. ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 10 മെഗാഹെർട്സ് ഫ്രീക്വൻസി ആണ്. Then the value of the quality factor. Okay, നമുക്ക് ക്വാളിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി 2000 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. നോക്കൂ, നമുക്ക് എല്ലിന്റെ വാല്യൂ അറിയാം, റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയാം, ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ക്വാളിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? ω0 into L by R. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. 2 into π into f എന്ന് പറയുന്നത് എത്രയാണ്? 10 to the power 7. നോക്കൂ, 10 to the power 7 into എല്ലിന്റെ വാല്യൂ 2 into 10 to the power minus 4 by 6.28. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 2000 ആണ് ക്വാളിറ്റി ഫാക്ടർ വരുന്നത്. ഓക്കെ, അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 1 MCQ സെറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.